ഈ മഹാസമ്മേളനത്തിന്റെ നായകൻ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ من تفقه ولم يتصوف فقد تفسق ومن تصوف ولم يتفقه فقد تصدق ومن جمع بينهما فقد تحقق. നിങ്ങളിപ്പോൾ കേട്ടില്ലേ സയ്യിദുലുമ്മ നിങ്ങളിങ്ങനെ പറയുന്ന നേതാവിൻ്റെ ഒക്കെ പ്രഭാഷണത്തിൽപ്പെട്ട ചില വരികൾ. മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, മൻ തഫഖഹ വലം യതസവ്വഫ് ഫഖദ് തഫസ്സഖ വമൻ തസവ്വഫ വലം യതഫഖഹ് ഫഖദ് തസദ്ദഖ വമൻ ജമഅ ബൈനഹുമാ ഫഖദ് തഹഖഖ. ഒരാൾക്ക് ശരീഅത്തുണ്ട് പക്ഷെ ത്വരീഖത്തില്ല, അവൻ തമ്മാടിയാണ്, തനി ഫാസിഖാണ്. ഒരാൾക്ക് ത്വരീഖത്തുണ്ട് പക്ഷെ ശരീഅത്തില്ല, അവൻ തനി ഹെറിറ്റിക്കാണ്, നിരീശ്വരവാദിയാണ്, സിന്ദീഖാണ്. എന്നാൽ ശരീഅത്തും ത്വരീഖത്തും ഒരുമിച്ച് കൊണ്ട് നടക്കുന്ന ആൾ, അവനാണ് യഥാർത്ഥ മനുഷ്യൻ, അവനാണ് സത്യത്തെ തിരിച്ചറിഞ്ഞ ആൾ. ഇതാണ് ഇതിൻ്റെ ഒരു സമ്മറി. ഈ ഒരാശയം എക്സ്പ്ലെയിൻ ചെയ്യാൻ പോലും കഴിയാത്ത അവസ്ഥയിലായോ ഈ പണ്ഡിത സംഘടന? എന്താ സംഭവം? ഇപ്പോൾ ഇത് കേട്ട പലരും ചിന്തിക്കുന്നുണ്ടോ, ത്വരീഖത്തൊന്നും വേണ്ടെന്ന് പറഞ്ഞ ടീമാണ്. അത് കാരണം ഒരുപാട് പേര് ത്വരീഖത്ത് ഒഴിവാക്കി പോന്നിട്ടുമുണ്ട്. ഇപ്പോൾ ത്വരീഖത്തും ശരീഅത്തും സമഞ്ജസമായി സമ്മേളിക്കണം എന്നാണ് പറയുന്നത്. ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ സമസ്തക്ക് ഇപ്പം എന്താ പറ്റിയേ? ഇനിയിപ്പോൾ ചിന്തിച്ചിരുന്നിട്ടൊന്നും കാര്യമില്ല. ഇവരെ കൂടെ കൂടിയിട്ട് ആഹാരം കിട്ടുന്നുള്ള ഒരു ഉറപ്പുമില്ല. ഇന്ന് ഈ ലോകത്ത് ശരീഅത്തും ത്വരീഖത്തും ഒരുമിച്ച് യഥാർത്ഥ ഹക്ക് തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ പഠിപ്പിക്കുന്ന ഒരു കേന്ദ്രമാണ് ഖുത്ബുസ്സമാൻ ജീലാനി ഷരീഫ്. അവിടെ സമകാലിക സൂഫി ഗുരു മഹാനായ നായിബ് ഖുത്ബുസ്സമാൻ സൂഫി മുഹമ്മദ് നിലാമുദ്ദീൻ സുൽത്താൻ ഷാ ഖാദിരി ചിശ്തി അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം മുബാരിക് അലൈഹി മഹാനവറുകൾ നൽകുന്ന ഒരു ഉറപ്പുണ്ട്. അതായത് നല്ല നിയ്യത്തോടെ എൻ്റെ അടുത്തേക്ക് വരുന്നവരുടെ ഖബർ ജീവിതത്തിലും ഖബറാനന്തര ജീവിതത്തിലും ഞാൻ രക്ഷ നൽകുന്നു. ഇവിടുത്തെ പരമോന്നത പണ്ഡിത സഭകൾ എന്ന് അവകാശപ്പെടുന്ന സംഘടനകൾക്ക് പോലും കഴിയാത്ത ഈ ഉറപ്പ് നൽകുന്ന ആളുകളുടെ കൂടെയല്ലേ നമ്മളൊക്കെ കൂടേണ്ടത്? അത് തന്നെയല്ലേ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതും. പൂർണ്ണ തൗഹീദ് ഉച്ചരിച്ച് പുഞ്ചിരി തൂകി മരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ജീലാനി ഷെരീഫിൽ ഈ കവാടം എന്നും തുറന്നിട്ടിരിക്കും.